കലൂർ സ്റ്റേഡിയത്തിലെ ഗ്യാലറിയിൽ നിന്ന് വീണ് പരിക്കേറ്റ ഉമാ തോമസ് എംഎൽഎയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. ശ്വാസകോശത്തിലെ അണുബാധ മൂലം വെന്റിലേറ്റർ സഹായത്തിലാണ് ചികിത്സ. പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ ഇന്ന് രാവിലെ 10 മണിക്ക് പുറത്തുവരും. അതിനിടെ നൃത്തപരിപാടിയിലെ സുരക്ഷാ വീഴ്ചയിൽ 3 പേരെ അറസ്റ്റ് ചെയ്തു. സ്റ്റേജ് നിർമ്മാണത്തിൽ പിഴവെന്ന സംയുക്ത പരിശോധനാ റിപ്പോർട്ട്. പോലീസും ഫയർഫോഴ്സും പൊതുമരാമത്ത് വിഭാഗവും ചേർന്നാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ആസിഫ് മുഹമ്മദ് ഉണ്ട് വിശദാംശങ്ങളുമായി. ആസിഫ, ഏറ്റവും ഒടുവിൽ ആശുപത്രിയിൽ നിന്ന് വിവരങ്ങൾ വരുമ്പോൾ എത്തരത്തിലാണ് ഉമാ തോമസിന്റെ ആരോഗ്യനില? ഈ ആശങ്കപ്പെടേണ്ട സാഹചര്യം അത് കഴിഞ്ഞു? അതോടൊപ്പം തന്നെ എത്തരത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്? അതിൽ ഏറ്റവും ആശ്വാസകരമായ ചില വാർത്തകൾ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ആ ആരോഗ്യനിലയുടെ പൂർണ്ണമായ ഒരു പുരോഗതി എന്നൊന്നും പറയാൻ കഴിയില്ല. അല്പം മുമ്പ് മകൻ കണ്ട സമയത്ത് 2 ദിവസമായി തുടരുന്ന അബോധാവസ്ഥയിൽ നിന്നുള്ള ഒരു മാറ്റമുണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് കണ്ണുകൾ തുറന്നിട്ടുണ്ട്, കൈകാലുകൾ അനക്കുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം ആ ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്നുള്ള വിമുക്തി എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. കാരണം അത് ഡോക്ടർമാർ തന്നെ പറയേണ്ടതാണ്. അത് 10 മണിയോടുകൂടിയാണ് ആ മെഡിക്കൽ ബുള്ളറ്റിൻ വരേണ്ടത്. ആ മെഡിക്കൽ ബുള്ളറ്റിൻ അത് സംബന്ധിച്ചിട്ടുള്ള വിശദമായ കാര്യങ്ങൾ ഉണ്ടാകും. എന്തായാലും ഒരു നേരിയ പുരോഗതി ആരോഗ്യനിലയിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ഓരോ സ്റ്റേജിലും അവരുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ശരീരഭാഗങ്ങൾ, കൈകാലുകൾ എല്ലാം ഇപ്പോൾ അനക്കി തുടങ്ങുന്നതും അതുപോലെ തന്നെയും കണ്ണ് തുറന്ന് ഇരിക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം ഡോക്ടർമാർ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. ഇന്നലെ തന്നെ ഡോക്ടർമാർ അതീവ ഗുരുതരാവസ്ഥ തന്നെ തുടരുന്നുണ്ട്. അത് കൃത്യമായ മോണിറ്ററിംഗിന് ശേഷം മാത്രമേ ആരോഗ്യനില സംബന്ധിച്ചുള്ള കൃത്യമായ കാര്യങ്ങൾ പറയാൻ കഴിയുകയുള്ളൂ എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും രാവിലെ ഒരു പ്രതീക്ഷയുടെ വാർത്തകൾ തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് ആരോഗ്യനിലയിൽ അതിന് എത്രത്തോളം ഗുണകരമാകും, മറ്റ് പരിശോധനകൾ കൂടി നടത്തുമ്പോഴാണ് അത് സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു കാര്യങ്ങൾ നമുക്ക് ഡോക്ടർമാരിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. അപ്പോൾ മാത്രമേ നമുക്ക് നിലവിലുള്ള ആരോഗ്യനില സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയാൻ കഴിയുകയുള്ളൂ. എന്തായാലും മകൻ സന്ദർശിച്ച സമയത്ത് ഏകദേശം ഒരു 15 മിനിറ്റ് മുമ്പാണ് മകൻ ഉമാ തോമസിന്റെ അടുത്തേക്ക് പോയി സന്ദർശിച്ചത്. ആ ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു നേരിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് എത്രത്തോളം അവരുടെ ആരോഗ്യ നിലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റമാണ്, ഇന്നലെ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നുള്ള വലിയൊരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ സ്വാഭാവികമായും മെഡിക്കൽ ബുള്ളറ്റിൻ വരുന്ന സമയത്ത് തന്നെ വ്യക്തമാകുകയുള്ളൂ എന്നുള്ളതുമുണ്ട്. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേജ് നിർമ്മാണത്തിൽ താൽക്കാലികമായ സ്റ്റേജ് നിർമ്മാണത്തിൽ ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഓരോ റിപ്പോർട്ടുകളും വരുന്നത്. പോലീസും ഫയർഫോഴ്സും അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പും ചേർന്നുള്ള സംയുക്ത പരിശോധന നടത്തിയപ്പോഴും അത്തരത്തിൽ തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. താൽക്കാലികമായി നിർമ്മിച്ച സ്റ്റേജിന്, അതായത് ഉമാ തോമസ് അടക്കം വഴുതി വീഴാൻ ഇടയായ ആ സ്റ്റേജ് നിർമ്മാണം അടക്കം അത് യാതൊരു തരത്തിലുമുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള നിർമ്മാണമാണ്. അതിൻ്റെ അത്രത്തോളം ഭാരം താങ്ങാൻ കഴിയുമോ, ആളുകൾ വന്നാൽ അതിന് എത്രത്തിൽ അപകട സാധ്യത ഉണ്ട് തുടങ്ങിയ യാതൊരു കാര്യങ്ങളും പരിഗണിക്കാതെയുള്ള ഒരു നടപടിയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യമടക്കം ഈ സംയുക്ത പരിശോധനയിലും പുറത്തു വരുന്നുണ്ട്. ഏതായാലും പോലീസിന്റെ അന്വേഷണം തുറന്നുകൊണ്ടിരിക്കുകയാണ്. 3 പേർ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുണ്ട്. കൂടുതൽ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി ചോദ്യം ചെയ്ത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. GCD അധികൃതർ അടക്കം വ്യക്തമാക്കിയിരുന്നത് ഇത്തരത്തിലുള്ള നിർമ്മാണത്തിന് അനുമതി ഇല്ലായിരുന്നു എന്നുള്ള കാര്യമാണ്. അത് കൊണ്ട് തന്നെ വിശദമായ അന്വേഷണം പല വിഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയും ചെയ്യുന്നു. ഏതായാലും വളരെ ഔചാരിതമായി ഉണ്ടായ ഒരു സംഭവം. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഗുരുതരമായി പരിക്കേറ്റ് ഉമാ തോമസ് MLA ആശുപത്രിയിലേക്ക് എത്തുന്നത്. എന്തായാലും ആ ഒരു നിലയിൽ എത്രത്തോളം മാറ്റമുണ്ട് എന്നുള്ള കാര്യം സ്വാഭാവികമായും ഇന്ന് 10 മണിയോടുകൂടി നടക്കുന്ന ഡോക്ടർമാർ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തുവിടുകയും അതിൽ വ്യക്തമാകുകയും ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ശ്വാസകോശവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നത്തിലടക്കം വിദഗ്ധമായ ഡോക്ടർമാരുടെ പരിശോധന തുടരുന്നുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നടക്കം വിദഗ്ധരായ ഡോക്ടർമാരെത്തി അത് കൃത്യമായി മോണിറ്റർ ചെയ്യുകയും പരിശോധന നടത്തുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ചികിത്സാ രീതികളും ഉറപ്പാക്കിക്കൊണ്ട് തന്നെയുള്ള ഒരു പരിശോധന സംവിധാനമാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി തലച്ചോറിന്റെ സ്ഥിതി, അതുപോലെ തന്നെ നട്ടലിന്റെ സ്ഥിതി തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഡോക്ടർമാർ ഇന്ന് രാവിലെയും വിശദമായി വിശകലനം ചെയ്യും. അതിനുശേഷം 10 മണിയോടുകൂടി ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ തരുമെന്നാണ് നമ്മളോട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെയാണ് മകൻ സന്ദർശിച്ച സമയത്ത് ഉമാ തോമസിനുണ്ടായ മാറ്റങ്ങൾ, ശാരീരികമായി കണ്ണു തുറക്കുകയും കൈകാലുകൾ അനക്കുകയും ചെയ്തതടക്കമുള്ള പുരോഗതി, അത് എത്രത്തോളം ആരോഗ്യനിലയിൽ ഗുണകരമായിട്ടുണ്ട്, അത് തുടർ ചികിത്സയിൽ എത്രത്തോളം സഹായിക്കും തുടങ്ങിയ കാര്യങ്ങൾ ഡോക്ടർമാർ തന്നെ വിശദീകരിക്കേണ്ടതുണ്ട്. അതിരാ എന്നാലും ഇന്ന് രാവിലെ 10 മണിയോടുകൂടി
മെഡിക്കൽ ബുള്ളറ്റിൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും തുടർ സാഹചര്യം ഡോക്ടേഴ്സ് തീരുമാനിക്കുക എന്നുള്ളതാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആസിഫ് മുഹമ്മദ് കൊച്ചിയിൽ നിന്ന്.